ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ വീട്ടിൽ വിവരമറിയിക്കണ്ടേ? എങ്ങനെ കേട്ടാ? പ്രിയങ്കയുടെ അച്ഛനെ പറഞ്ഞാണ് അദ്ദേഹം. പിന്നെ അച്ഛനത് താങ്ങില്ല ഏട്ടാ, ഒരിക്കലും അച്ഛന് താങ്ങാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ആറ്റുവാശ്ശേരിയിലും കണിമംഗലത്തും ഇത് അറിയിക്കേണ്ടതാ. കണിമംഗലത്ത് ആരെങ്കിലും ഇത് അറിഞ്ഞാല് താമസിയാതെ ഇത് ദേവനാരായണ തിരുമേനിയുടെ ചെവിയിലെത്തും. പിന്നെ സംഭവിക്കുന്ന അറിയാലോ. എന്നാലും അവളൊന്ന് കാണാൻ പോലും. മോളെ, കത്തിക്കരിഞ്ഞ നിനക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്നത് ഒരു തുണിക്കെട്ട് മാത്രമായിരിക്കും. ആ അവസ്ഥയില് നിന്റെ അച്ഛനത് കാണണോ? നീ തന്നെ തീരുമാനിക്കും. എടോ, അച്ഛന് വേണ്ടിയും നമ്മളത് മറച്ചു വെച്ചേ പറ്റും. കുറച്ചുനാൾ കഴിയുമ്പോൾ അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ നമുക്ക് സത്യമൊക്കെ പറയാം. അത് മതി മോളെ. ഇത്രയും വലിയ ഷോക്കിനോട് പ്രതികരിക്കാനുള്ള അവസ്ഥ അച്ഛനൊന്നും ആവട്ടെ. ഞാൻ സിയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ബോഡി വിട്ടുകിട്ടിയാല് രഹസ്യമായി നമുക്ക് സംസ്കരിക്കാം. അതുമാത്രമാണ് ഈ കാര്യത്തിൽ ഇപ്പൊ ഞാൻ കാണുന്ന പോംവഴി. അച്ഛനൊന്നും അറിയരുതെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അച്ഛന് ജീവനെ ഓർത്തിട്ടാണ് ഞാനെല്ലാം സമ്മതിച്ചത്. കത്തിച്ച് ദഹിപ്പിച്ചിട്ട് ആരും അറിയാതെ അവളുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. എങ്ങനെ തോന്നിയടി നിനക്ക്? നിനക്ക് എങ്ങനെ തോന്നിയെന്ന് അറിയരുത്.